നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റത്തിന്റെ ഘടന എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ പാറ്റേൺ ചോദ്യങ്ങളാണ്. അപ്പോൾ പുതിയ പാറ്റേൺ ചോദ്യങ്ങളുടെ പാർട്ട് 1 ആണ്. അപ്പം ആറ്റത്തിന്റെ ഘടന എന്ന ടോപ്പിക്കാണ് നമ്മുടെ 50 ഡേയ്സ് പ്ലാനിൽ സയൻസിൽ ഞാൻ ആദ്യം പഠിക്കാൻ പറഞ്ഞത്. പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റവും ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരവും രാസപരവുമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണിക തന്മാത്രയുമാണ്. ആറ്റം എന്ന പദമുണ്ടായത് വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ അറ്റോമോസ് എന്ന പദത്തിൽ നിന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന, ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റമാണ്. പക്ഷെ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അഥവാ ഭൗതികപരവും രാസപരവുമായ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തത്, ആറ്റം എന്ന പദമുണ്ടായത് വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമല്ല, ഗ്രീക്ക് പദമായ അറ്റോമോസ് ആണ് കേട്ടോ. ലാറ്റിൻ പദമായ അറ്റോമോസിൽ നിന്നല്ല, ഗ്രീക്ക് പദമായ അറ്റോമോസ്. അപ്പം അവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഗ്രീക്ക് പദമാണ് കേട്ടോ. ഗ്രീക്ക് പദമായ അറ്റോമോസിൽ നിന്നാണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പം ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. എയും സിയുമാണ്. എയും സിയും ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ആറ്റം എന്ന് പറഞ്ഞ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. അറ്റോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായത്. ഓസ്റ്റ്വാൾഡ് ആണ് ആ ടേം ഉണ്ടാക്കിയത്. തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും, ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും എല്ലാം അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. രണ്ടാമത്തെ ചോദ്യം, തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മൾ പഠിച്ചു. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ് കേട്ടോ. അവഗാഡ്രോ. അപ്പോൾ നമുക്കറിയാം തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തെറ്റായ പ്രസ്താവന. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കായിട്ട് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറി KAS പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കാറ്റഗറിയാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഇപ്പോൾ നിരവധി ബാച്ച് കോഴ്സസ് ഉണ്ട്. അറിവ് എന്ന പേരിൽ 150 ഡേയ്സിന്റെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SCRT പാഠഭാഗങ്ങൾക്കായിട്ടുണ്ട്. അതുപോലെ ദൗത്യം എന്ന പേരിൽ 150 ഡേയ്സിന്റെ ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭം എന്ന പേരിൽ 100 ഡേയ്സിന്റെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഉയരെ എന്നാണ് നമ്മുടെ KAS ബാച്ചിന്റെ പേര്. 180 ഡേയ്സിന്റെ ബാച്ച് കോഴ്സാണ്. KAS പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് കോഴ്സാണ് ഉയരെ. അറിവ് എന്ന പേരിൽ 120 ഡേയ്സിന്റെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SCRT പാഠഭാഗങ്ങൾക്കായിട്ടുണ്ട്. അതുപോലെ ജേതാവ് എന്ന പേരിൽ 100 ഡേയ്സിന്റെ കംപ്ലീറ്റ് ബാച്ച് ബീവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷയ്ക്കായിട്ടുണ്ട്. അൺഅക്കാഡമി പ്ലസിൽ നിരവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലസിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. എല്ലാ ടോപ്പിക്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് അധ്യാപകനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് പഠിക്കാവുന്നതാണ്. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും ഒക്കെ അൺഅക്കാഡമി പ്ലസിലുണ്ട്. വിവിധ കോഴ്സുകളുടെ ഫീസാണിത്. ഈ ഫീസിലൊക്കെ 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് നമ്മുടെ റഫറൽ കോഡ് MOA10 എന്ന റഫറൽ കോഡ് യൂസ് ചെയ്യുക. അതുപോലെ അൺഅക്കാഡമിയിൽ ഇപ്പോഴുള്ള കോഴ്സസും ഇനി ആരംഭിക്കുന്ന കോഴ്സസും എല്ലാം തന്നെ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആറ്റത്തെ കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, ഭാരതീയനായ കണാദമുനി പരമാണു സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ച കൃതിയാണ് വൈശേഷിക സൂത്രം. അതും ശരിയാണ്. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ. അടുത്തത്, ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ് ആറ്റം കണ്ടെത്തിയത്? ജോൺ ഡാൾട്ടൺ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഭാരതീയനായിട്ടുള്ള കണാദമുനിയാണ് പരമാണു സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. ആദ്യമായിട്ട് പരമാണു എന്ന പദം ഉണ്ടാക്കിയത് കണാദമുനിയാണ്. വൈശേഷിക സൂത്രം എന്ന പുസ്തകത്തിൽ. ഏത് പുസ്തകമാണ്? വൈശേഷിക സൂത്രം. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയാണ്.
അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ശരിയായ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. തെറ്റായ പ്രസ്താവന സി ആണ്. ഇനി ഏതൊക്കെയാണ് ഏകാറ്റോമിക തന്മാത്ര? ഹീലിയം, നിയോൺ, ആർഗൺ, ട്രിപ്റ്റോൺ, സെനോൺ, അങ്ങനെ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന എല്ലാം ഏകാറ്റോമിക തന്മാത്രകളാണ്. ഹീലിയം HE എന്ന് മാത്രമാണ് അല്ലേ. നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡൺ ഇതെല്ലാം എന്താണ്? ഏകാറ്റോമിക തന്മാത്രകളാണ്. ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൽ 2 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഇതെല്ലാം ദ്വയാറ്റോമിക തന്മാത്രയാണ്. ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ തന്മാത്രകൾ ഉണ്ടായിരിക്കും. 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഒരു തന്മാത്രയിൽ. ഫോസ്ഫറസ്, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ എല്ലാം തന്മാത്രകൾ ബഹു ആറ്റോമിക തന്മാത്രകളാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രസ്താവന. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജോൺ ഡാൾട്ടനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ആറ്റത്തെ കണ്ടെത്തിയതും ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ഡാൾട്ടൺ ആണ്. വർണ്ണാന്ധത എന്ന രോഗമുണ്ടായിരുന്നു. ഭാഗിക മർദ്ദ നിയമവും ബഹു അനുപാത നിയമവും ആവിഷ്കരിച്ചു. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ജോൺ ഡാൾട്ടനെ കുറിച്ചുള്ളതാണ്. എല്ലാം ശരിയുമാണ്. നോക്കൂ, ആറ്റം കണ്ടെത്തി, ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ജോൺ ഡാൾട്ടൺ ആണ്. ആ കറക്റ്റാണ്. വർണ്ണാന്ധത അഥവാ ഡാൾട്ടണിസം എന്ന അസുഖമുണ്ടായിരുന്നു, അതും കറക്റ്റാണ്. ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, അതുപോലെ ബഹു അനുപാത നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് ഇതെല്ലാം ആവിഷ്കരിച്ചു. അപ്പം ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനും ജോൺ ഡാൾട്ടന്റെ സംഭാവനയാണ്. അപ്പോൾ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ABC ശരി. അപ്പോൾ ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടെത്തിയിട്ടുണ്ട്. അറ്റോമിക സിദ്ധാന്തം 1807 അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. വർണ്ണാന്ധത അഥവാ ഡാൾട്ടണിസം എന്ന അസുഖമുണ്ടായിരുന്നു. ഭാഗിക മർദ്ദ നിയമം, ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആൻഡ് ബഹു അനുപാത നിയമം, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് ഇതെല്ലാം ആവിഷ്കരിച്ചു. മറ്റൊരു പ്രധാന പോയിന്റാണ് ഡാൾട്ടന്റെ ഫേമസ് പുസ്തകമാണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അടുത്തത് ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ അവഗാഡ്രോ, JJ തോംസൺ, റുദർഫോർഡ്, നീൽസ് ബോർ. ഇവിടെ പ്ലം പുഡിംഗ് മോഡൽ, സൗരയൂഥ മാതൃക, ഓർബിറ്റ് കൺസെപ്റ്റ്, മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഒന്നാമത് നോക്കുക, അവഗാഡ്രോ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അവഗാഡ്രോ എന്ന് പറയുന്നത് മോൾ കൺസെപ്റ്റ് ആണ് കേട്ടോ. അവഗാഡ്രോ എന്ന് പറയുന്നത് ഓപ്ഷൻ A 4 ആണ്. മോൾ കൺസെപ്റ്റ് അവഗാഡ്രോ. അടുത്തത് B നോക്കൂ, JJ തോംസൺ എന്താണ് ചെയ്തത്? പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡലാണ് JJ തോംസൺ. മൂന്നാമത്തത് ഏതാണ്? റുദർഫോർഡ്. റുദർഫോർഡ് എന്താ ചെയ്തത്? സൗരയൂഥ മാതൃക. റുദർഫോർഡ് എന്താ ചെയ്തത്? സൗരയൂഥ മാതൃക ആറ്റത്തിന്റെ. നാലാമത്തത് നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ആണ് ഓർബിറ്റ് കൺസെപ്റ്റ്. ഓർബിറ്റ് കൺസെപ്റ്റ് അതായത് ആറ്റത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആരാണ്? നീൽസ് ബോർ ആണ് ഓർബിറ്റ് കൺസെപ്റ്റ്. റുദർഫോർഡ് സൗരയൂഥ മാതൃകയാണ്. JJ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ. അവഗാഡ്രോ മോൾ കൺസെപ്റ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. A4 B1 C2 D3 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ ഇത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡലാണ്. JJ തോംസൺ ആണ് പ്രപ്പോസ് ചെയ്തത്. പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് വാട്ടർ മെലൻ മോഡൽ അഥവാ തണ്ണിമത്തൻ മാതൃക അഥവാ റസൻ പുഡിംഗ് മോഡൽ. റസൻ പുഡിംഗ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർ മെലൻ മോഡൽ ഇതെല്ലാം JJ തോംസന്റെ ആറ്റം മോഡലാണ്. ഒരു പോസിറ്റീവ് ചാർജുള്ള ഗോളം, അതിൽ നെഗറ്റീവ് ചാർജുകൾ ചിതറിക്കിടക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള ഗോളം ഒരു വത്തക്ക പോലെ, വത്തക്കയിൽ അതിൻ്റെ കുരു ഉള്ളതുപോലെയാണ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് എന്നാണ് JJ തോംസൺ പറഞ്ഞത്. സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ റുദർഫോർഡ് ആണ് കണ്ടെത്തിയത്. റുദർഫോർഡിന്റെ ഐഡിയ പ്രകാരം നടുക്കൊരു ന്യൂക്ലിയസ് സൂര്യനെ പോലെ ചുറ്റും വൃത്താകൃതിയിലുള്ള പാതകളിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റുന്നു. നമ്മളിതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ബോർ ആറ്റം മോഡൽ ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ നീൽസ് ബോർ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിലാണ്, നോട്ട് ചെയ്യണം. കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത പാതയായ ഓർബിറ്റ്സിൽ ഭ്രമണം ചെയ്യുന്നു. അപ്പോൾ ഓർബിറ്റുകൾ എന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയത് നീൽസ് ബോർ ആണ്. അടുത്തത് നോക്കൂ, ഒരു പ്രസ്താവന ചോദ്യമാണ്. ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തത് ആറ്റത്തിന് ചാർജ് ഇല്ല. രണ്ടാമത്തത് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. കറക്റ്റ് ആണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം ആറ്റത്തിൽ സെയിം നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസും സെയിം നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസുമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. 10 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പം ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ ആറ്റത്തിന് ചാർജ് ഇല്ല. ഇനി അഥവാ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്.
അപ്പം 2 പ്രസ്താവനയും ശരിയാണ് കേട്ടോ. അപ്പം 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി. അടുത്തത് റുദർഫോർഡിയം ആവർത്തന പട്ടികയിലെ എത്രാമത്തെ മൂലകമാണ്? 104ാമത്തെ മൂലകമാണ് കേട്ടോ. റുദർഫോർഡിയം 4 എന്നാലോചിക്കുക. 104ാമത്തെ മൂലകം, ആവർത്തന പട്ടികയിലെ 104ാമത്തെ മൂലകം 4 റുദർഫോർഡിയം. അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ റുദർഫോർഡിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ്. റുദർഫോർഡിനെ കുറിച്ചുള്ള തെറ്റ് പ്രസ്താവന. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റുദർഫോർഡാണ് ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയസ് എന്നിവ കണ്ടെത്തിയത്. രണ്ടാമത്തത് ആൽഫ റേ പരീക്ഷണം നടത്തി 1908 നൊബേൽ സമ്മാനം നേടിയ റുദർഫോർഡ് 1925 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഇതില് തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ, ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന റുദർഫോർഡ്. അത് ശരിയാണ്, ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റുദർഫോർഡ് ആണ്. ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയസ് കണ്ടെത്തിയത്, അവിടെ എന്താ തെറ്റ്? പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. പക്ഷേ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ചാഡ്വിക്. നമ്മൾ പഠിക്കും, ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ നോക്കൂ, ആൽഫ റേ പരീക്ഷണം നടത്തിയത് റുദർഫോർഡ് ആണ്. ഇപ്പൊ തന്നെ ആൻസർ കിട്ടും. 1 തെറ്റും 2ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത്. അടുത്തത് ആൽഫ റേ പരീക്ഷണം നടത്തി 1908 റുദർഫോർഡിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അത് സത്യമാണ്, 1908 ലഭിച്ചത്. 1925 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ചെയർമാൻ അഥവാ പ്രസിഡന്റുമായിരുന്നു. ഓക്കെ, അപ്പൊ 2 ബിയും സിയും ശരിയാണ്, എ ആണ് തെറ്റ്. അപ്പൊ തെറ്റായ പ്രസ്താവന എ ആണ്. അടുത്തത് റുദർഫോർഡ് മുന്നോട്ട് വെച്ച സൗരയൂഥ മാതൃകയുടെ പ്രധാന പോരായ്മ എന്തായിരുന്നു? പ്രശ്നം. സൗരയൂഥ മാതൃക ഉപേക്ഷിക്കപ്പെടാനുള്ള കാരണം. ഇലക്ട്രോണിന്റെ ചാർജ് പറഞ്ഞില്ല, ഇലക്ട്രോണിന്റെ സ്ഥിരത വിശദീകരിച്ചില്ല, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ സ്ഥിരത വിശദീകരിച്ചില്ല. ABC. ഇലക്ട്രോണിന്റെ സ്ഥിരത വിശദീകരിച്ചില്ല. അതായത് ന്യൂക്ലിയസ് സെന്ററിലാണെന്ന് പറഞ്ഞു, ചുറ്റും വൃത്താകൃതിയിലുള്ള പാതയിലാണ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുമ്പം ഈ ഇലക്ട്രോൺസിന് എവിടെ നിന്നാണ് ഈ കറങ്ങാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് എന്നും, ഇനി അഥവാ ഊർജ്ജം ലഭിക്കുകയാണെങ്കിൽ തന്നെ ആ ഊർജ്ജം തീർന്ന് ഇത് അവസാനം ന്യൂക്ലിയസിൽ വന്ന് വീഴില്ലേ എന്ന ചോദ്യത്തിനും ഉത്തരം നൽകാൻ റുദർഫോർഡിനായില്ല. എന്താണ് ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിച്ചില്ല. അതാണ് ഇലക്ട്രോണിന്റെ സ്ഥിരത എക്സ്പ്ലെയിൻ ചെയ്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. പ്രോട്ടോൺ, ദ്വൈത സ്വഭാവം, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇവിടെ ഡിബ്രോഗ്ലി, ജെയിംസ് ചാഡ്വിക്, ജെ തോംസൺ, റുദർഫോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. A4. ബി ദ്വൈത സ്വഭാവം. എല്ലാത്തിനും കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ട് അല്ലേ? മാറ്ററിനുണ്ട്, ആറ്റത്തിനുണ്ട്. അപ്പൊ അത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞത് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. നമുക്കറിയാലേ പ്രകാശത്തിന്റെ കേസിലൊക്കെ പ്രകാശത്തിന് കണികാ സ്വഭാവം ഉണ്ട്, തരംഗ സ്വഭാവം ഉണ്ട്. കണികാ സ്വഭാവത്തിന്റെ എക്സാമ്പിളാണ് പ്രതിഫലനം, അതുപോലെ റിഫ്രാക്ഷൻ ഒക്കെ. അപ്പം അതുപോലെ ഇവിടെ ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞത് ഡിബ്രോഗ്ലി ആണ് കേട്ടോ, ഡിബ്രോഗ്ലി. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? സി ജെയിംസ് ചാഡ്വിക്. 2 ജെയിംസ് ചാഡ്വിക്. ആൻഡ് ഇലക്ട്രോൺ കണ്ടെത്തിയത് 3 ജെ തോംസൺ. ജെ തോംസൺ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി. അപ്പൊ അടുത്ത ചോദ്യം, ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതെല്ലാം? ആറ്റത്തിലെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അഥവാ മൗലിക കണങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിലും ഇലക്ട്രോൺസ് ചുറ്റുമുള്ള പാതകളിൽ ചുറ്റുമുള്ള ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യാണെന്ന് പറയാം. അപ്പൊ ആറ്റത്തിലെ മൗലിക കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനയാണ്. പ്രോട്ടോണുകൾ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പം ആലോചിച്ച് നോക്കൂ, പ്രോട്ടോണുകൾ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു. ശരിയാണ് കേട്ടോ. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളാണ്. അത് കറക്റ്റ് ആണ്. അടുത്തത്, ആരാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തി ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്? മില്ലിക്കൺ. ഓയിലൊക്കെ നമ്മൾ മില്ലി അളന്നിട്ടല്ലേ എടുക്കുക. അപ്പം മില്ലിക്കൺ ആണ്, ജെ തോംസൺ അല്ല, മില്ലിക്കൺ ആണ് ഈ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എ മാത്രമാണ് കേട്ടോ, ഓപ്ഷൻ എ. ശരിയായ പ്രസ്താവന എ ആണ്. അടുത്ത ശരിയായ പ്രസ്താവന തന്നെയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ.
ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ZXA. ഈ എക്സ് എന്ന് പറയുന്നത് ഏതും ആവാം. എക്സ് എന്ന് പറയുന്നത് ഏതാവാം? സോഡിയം ആവാം, പൊട്ടാസ്യം ആവാം, ഏതിൻ്റെങ്കിലും പ്രതീകമാണ്. Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. അത് കറക്റ്റ് ആണ്. അടുത്ത ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. ഈ A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. അത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അപ്പോൾ അതും ശരിയാണ്. ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. കറക്റ്റ് ആണ്. എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളായിരിക്കും ഒരു ആറ്റത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ സോഡിയത്തിൽ 11 പ്രോട്ടോൺസ് ആണെങ്കിൽ 11 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പ്രസ്താവന ഇപ്പം 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.